നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഹമ്മദ് മിഷ്ഹാബിന് പിന്നാലെ മഹ്റൂഫും മരണത്തിന് കീഴടങ്ങി. കാസർഗോഡ് ബന്ദിയോട് മുട്ടത്ത് ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 2. ചിരി ജീവിതചര്യ. മാതൃകയായി ചിരിയോഗ അംബാസിഡറും ലോക റെക്കോർഡിന് ഉടമയുമായ എറണാകുളം എളമക്കര സ്വദേശി SV സുനിൽകുമാർ. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇടപെട്ടില്ലെന്ന് ആരോപണം. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കാസർഗോഡ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു. ചടങ്ങിൽ ബിസിനസ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ചെമ്മനാട് വെസ്റ്റ് ഗവൺമെന്റ് UP സ്കൂളിൽ ഡിയർ പാരന്റ് മനഃശാസ്ത്ര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ബന്ദിയോട് മുട്ടത്ത് ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 2. സുഹൃത്തുക്കളായ 2 വിദ്യാർത്ഥികളുടെ ജീവനാണ് റോഡിൽ പൊലിഞ്ഞത്. ഉപ്പള നയാബസാർ സ്വദേശിയായ അബ്ദുൽ ഖാദറിന്റെ മകൻ മുഹമ്മദ് മിഷ്ഹാബാണ് ആദ്യം മരിച്ചത്. പിന്നാലെ വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് സുഹൃത്തായ മഞ്ചേശ്വരം വാമഞ്ചൂരിലെ ഹനീഫിന്റെ മകൻ മഹ്റൂഫ് മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ബന്ദിയോട് മുട്ടത്താണ് അപകടമുണ്ടായത്. വ്യാഴാഴ്ച രാത്രി കാസർഗോട്ടെ ടർഫിൽ കളിക്കുവാനെത്തിയതായിരുന്നു മിഷ്ഹാബും മെഹ്റൂഫും. രാവിലെ ഇരുവരും വീട്ടിലേക്ക് പോകവേ ഇവർ സഞ്ചരിച്ച ബൈക്കിൽ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മിഷ്ഹാബ് മരിച്ചു. വൈകിട്ടോടെ മെഹ്റൂഫും മരണത്തിന് കീഴടങ്ങി. മംഗളൂരുവിലെ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. ദേശീയപാത നിർമ്മാണ പ്രവർത്തനം നടത്തിവരുന്ന ഊരാളുങ്കാൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ടിപ്പർ ലോറിയാണ് അപകടം വരുത്തിയത്. യുവാക്കളുടെ ദാരുണ മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി. അബ്ദുൽ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ MP ഇടപെട്ടില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെ നാട്ടുകാർ വഴിയിൽ തടഞ്ഞു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ MP ഇടപെട്ടില്ലെന്നാരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഉൾപ്പെടെയുള്ള ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ട്രെയിനിലേക്ക് പോകാൻ പറ്റും. ഒന്ന്. രണ്ടാമത് മഞ്ചേശ്വരം ഉള്ളിലാണ് പോലീസ് സ്റ്റേഷനും ട്രഷറി ഉൾപ്പെടെ എല്ലാം അറിയാതെ സാധനം എല്ലാ സ്ഥാപനങ്ങളും ഇത് നമ്മളിവിടെ സമരം ഇരുന്നിട്ട് കുറേ ദിവസമായി എല്ലാ പൊതുപ്രവർത്തകർക്കും അറിയാം. അപ്പോൾ MLA വന്നു, MP വരവ് ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയോട് അവരുടെ പാർട്ടി ലീഡേഴ്സ് മറ്റാണല്ലോ അറിയിക്കേണ്ടത്. ഒരു വർഷം 4 കൊല്ലം, ഒരു വർഷവും 4 മാസം. അല്ല, ഇതിപ്പോ നമ്മളെ ജനാധിപത്യ രീതിയിലുള്ള വിഷയങ്ങളല്ലേ. നിങ്ങൾ ഇതിനും ജനാധിപത്യ വിരുദ്ധമായിട്ട് പറഞ്ഞൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ. നമ്മളിരുന്ന് സംസാരിക്കട്ടെ, അതാണ് നല്ലത്. പറയട്ടെ, ഞാനിവിടെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞു, കാസർഗോഡ് വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും നേരിട്ട് കാണാം. ഇടനിലക്കാർ വേണ്ട, ശുപാർശ വേണ്ട, മധ്യസ്ഥന്മാർ വേണ്ട. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പ്രസംഗിച്ചു. പിന്നെന്താ നിങ്ങൾക്ക് പേടി? അല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറല്ലേ നിങ്ങൾ? ഇവിടുത്തെ പ്രവർത്തകരല്ലേ? അവരിവിടുത്തെ പൊതുപ്രവർത്തകർ. ഞാൻ നേരിട്ട് മറുപടി കൊടുക്കും. ഇടനിലക്കാരുണ്ട്, ഒരു ദിവസം സമരത്തിന് വരണമെന്ന് പറഞ്ഞവര് അവരെന്നോട് പറയട്ടെ, അവര് പറയട്ടെ. സംസാരിക്കാൻ തയ്യാറാണല്ലോ. പ്രതിഷേധിക്കുന്നില്ല, ഞങ്ങളൊന്ന് സംസാരിക്കാൻ. അല്ല സാർ, പേടിയല്ല, ഒരു മര്യാദയില്ലേ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമൊക്കെ ഉണ്ട്. നിങ്ങൾ ഇടപെടൽ ഞങ്ങളുടെ മഞ്ചേശ്വരത്തിന്റെ വളരെ സാറേ, നമ്മളെ വളരെ ഞാൻ വന്നല്ലോ ഇവിടെ. സാർ വന്നു, സാർ നമ്മുടെ ഒരു സെക്കൻഡ് നമ്മളെ ഇറങ്ങാൻ. കാസർഗോഡ് UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച രാജ്മോഹൻ ഉണ്ണിത്താനെ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള രാഗം ജംഗ്ഷനിലാണ് നാട്ടുകാർ തടഞ്ഞത്. പ്രദേശത്ത് ദേശീയപാതയിൽ അടിപ്പാത വേണമെന്നത് നാട്ടുകാരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ്.
പ്രദേശത്ത് അടിപ്പാതയാവശ്യപ്പെട്ട് കഴിഞ്ഞ 10 ദിവസമായി നാട്ടുകാർ അനിശ്ചിതകാല സമരത്തിലാണ്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു. ചടങ്ങിൽ ബിസിനസ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു. കാസർഗോഡ് നുള്ളിപ്പാടിയിലെ ഹൈവേ കാസിൽ ഹോട്ടൽ ഹാളിൽ നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുതലോ പലിശയോ ഒന്നും ഇല്ലാതെ 1 ലക്ഷം 2 ലക്ഷം വേണമെങ്കിൽ എത്ര വേണമെങ്കിലും സ്ത്രീകൾ കടമെടുക്കാൻ തയ്യാറാണ്. കുടുംബത്തിന്റെ മിക്കവാറുമുള്ള സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്നത് വളരെ പോസിറ്റീവായി കാണുന്നു. സ്ത്രീ ശാക്തീകരണത്തിന് ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ വേണ്ട എന്ന രീതിയിലേക്ക് തരാം. എനിക്ക് നേരിട്ട് പല കുടുംബങ്ങളെയും കാര്യം അറിയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ബിസിനസ്സുകാരായ നിങ്ങൾക്ക് ഒരു സമയം അങ്ങനെയുള്ള അവസരം ഉണ്ടാവില്ല എങ്കിലും പല സ്ത്രീകളും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. ചടങ്ങിൽ വെച്ച് ബിസിനസ് എക്സലൻസ് അവാർഡ് വിതരണവും നടന്നു. ഡോക്ടർ ജയലക്ഷ്മി സൂരജ്, സുബൈദ കുനിൽ, ആയിഷ റൂബി, മല്ലിക ഗോപാലൻ, ജസീല റിയാസ് എന്നിവർക്ക് ബേബി ബാലകൃഷ്ണൻ അവാർഡുകൾ വിതരണം ചെയ്തു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കാസർഗോഡ് ചാപ്റ്റർ ചെയർമാൻ AK ശ്യാം പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ അമിൻ ഷാ മുഖ്യപ്രഭാഷണം നടത്തി. KC ഇർഷാദ്, മുഹമ്മദ് റയീസ് KA, ജലീൽ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ ഫാറൂഖ് കാസ്മി സ്വാഗതവും നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് കാസർഗോഡ് ചാപ്റ്റർ ജനറൽ കൺവീനർ MN പ്രസാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്മനാട് വെസ്റ്റ് ഗവൺമെന്റ് UP സ്കൂളിൽ ഡിയർ പാരന്റ് മനഃശാസ്ത്ര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. ചെമ്മനാട് വെസ്റ്റ് ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച ഡിയർ പാരന്റ് ബോധവൽക്കരണ ക്ലാസ് ശ്രദ്ധേയമായി. 400-ൽ പരം രക്ഷിതാക്കൾ പങ്കെടുത്തു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ കുട്ടീനെ 1ാം ക്ലാസ് ചേർക്കുമ്പോൾ കുട്ടീൻ്റെ ഉമ്മയും അവിടെ അഡ്മിഷൻ വാങ്ങി. 2 അഡ്മിഷനാണ് ഒരുമിച്ച് വാങ്ങുന്നത്. കുട്ടീനെ ക്ലാസ്സിനകത്ത് ഇരുത്തി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പുറമേ നിന്ന് പഠിക്കുന്നു. കുട്ടിയും പഠിക്കുന്നു, രക്ഷിതാക്കളും പഠിക്കുന്നു. അത് ഉമ്മമാർ മാത്രമല്ല, ഉപ്പമാരും അച്ഛനും അമ്മയും രണ്ടുപേരും ഒരുപോലെയാണ് കാര്യത്തിൽ. നമ്മളിപ്പോൾ കുട്ടികളെ വളർത്തുന്നത് വളരെ ശ്രദ്ധിച്ച് ലാളിച്ച് ഓമനിച്ചിട്ടാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്. ഏറ്റവും പ്രാഥമികമായ നമ്മുടെ കർത്തവ്യം കുട്ടികളെ നന്നായി പഠിപ്പിച്ച് ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അത് ചിന്തിക്കാത്ത ഒരാളുണ്ടാവില്ല. കാരണം നമ്മളെല്ലാം ഇന്ന് വിദ്യാഭ്യാസമുള്ളവരാണ്. സുൽത്താൻ ഗോൾഡ് സ്പോൺസർ ചെയ്ത രക്ഷിതാക്കൾക്കായുള്ള മനഃശാസ്ത്ര ബോധവൽക്കരണ ക്ലാസ് JCI അന്തർദേശീയ പരിശീലകനും അധ്യാപകനുമായ V വേണുഗോപാൽ നയിച്ചു. കുട്ടികളിൽ നല്ല ശീലങ്ങൾ ഉണ്ടാകുവാൻ അവർക്ക് മോട്ടിവേഷൻ നൽകേണ്ടത് രക്ഷിതാക്കളാണെന്ന തിരിച്ചറിവും മാറ്റം രക്ഷിതാക്കളിൽ നിന്നും തുടങ്ങണമെന്നും അദ്ദേഹം ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കി. PTA പ്രസിഡന്റ് MK മെഹറൂഫ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ PT ബെന്നി സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ അമീർ B പാലോത്ത്, സുൽത്താൻ ഗോൾഡ് മാർക്കറ്റിംഗ് മാനേജർ M മജീദ്, SMC ചെയർമാൻ P താരിഖ്, മദർ PTA പ്രസിഡന്റ് TA നജില, സ്റ്റാഫ് സെക്രട്ടറി M അജിൽ കുമാർ, SRG കൺവീനർമാരായ T മോനിഷ, C പ്രസീന തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സേവനം കാസർഗോട്ടും. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സിറ്റി മോൾ ബിൽഡിംഗിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചത്. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് എന്നിവർ സംയുക്തമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സേവനം ഇനി മുതൽ കാസർഗോട്ടും. പുതിയ ബസ് സ്റ്റാൻഡിനു സമീപത്തെ സിറ്റി മാൾ ബിൽഡിംഗിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചത്. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം നിർവഹിച്ചു. ഉദുമ MLA CH കുഞ്ഞമ്പു മുഖ്യാതിഥിയായിരുന്നു. മുൻമന്ത്രി CT അഹമ്മദ് അലി, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, INL നേതാവ് MA ലത്തീഫ്, ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കാസർഗോഡ് ബ്രാഞ്ച് ഹെഡ് റംസീന കല്ലട്ര എന്നിവർ സംസാരിച്ചു. ഉപരിപഠനത്തിനായി വിദ്യാർത്ഥികളെ വിദേശങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന സ്ഥാപനമാണ് ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ്.
കാസർഗോഡും കൂടി പ്രവർത്തനമാരംഭിച്ചതോടെ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബ്രാഞ്ചുകളുടെ എണ്ണം 15ആയി. വിദ്യാർത്ഥികളുടെ എല്ലാ കാര്യങ്ങളും വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ചെയ്തു നൽകുന്നതെന്നും സ്ഥാപനത്തിന് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമാണുള്ളതെന്നും ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ അവിനാശ് ചാക്കോ പറഞ്ഞു. ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം 20 വർഷമായിട്ട് കേരളത്തിൽ നിന്ന് വിദേശത്തോട്ട് ഓൾ ഓവർ എല്ലാ കൺട്രിയിലോട്ടും സ്റ്റുഡൻസിനെ വിടുന്ന ഒരു സ്ഥാപനമാണ്. യുഎസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ എഡ്യൂക്കേഷൻ ലൈസൻസ് ഉള്ളൊരു സ്ഥാപനമാണ്. കനേഡിയൻ എഡ്യൂക്കേഷൻ ലൈസൻസ് പ്ലസ് മൈഗ്രേഷൻ ഉള്ളൊരു സ്ഥാപനമാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ICF എന്ന് പറയും. യൂറോപ്യൻ യൂണിയൻ്റെ ഓസ്ട്രിയ, ഫിൻലൻഡ്, സ്വീഡൻ, ഫ്രാൻസ് അങ്ങനെ യൂറോപ്യൻ യൂണിയനിലെ 27 കൺട്രിയിലോട്ടും സ്റ്റുഡൻസിനെ എഡ്യൂക്കേഷൻ പർപ്പസിനും മൈഗ്രേഷനും വിടുന്ന ഒരു സ്ഥാപനമാണ്. ഓൾ ഓവർ വേൾഡിൽ മിക്കവാറും എല്ലാ കൺട്രീസിലോട്ടും സ്റ്റുഡൻസിനെ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞങ്ങളൊരു ബ്രാഞ്ച് ഇപ്പോൾ കാസർഗോഡ് വന്നിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് ഒരുപാട് കുട്ടികൾ ഹാർവെസ്റ്റിൻ്റെ വകയായിട്ട് വിദേശത്ത് പഠിക്കുന്നുണ്ട്. അവർ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് മൈഗ്രേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുണ്ട്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇനിയുള്ള ഹാർവെസ്റ്റിൻ്റെ സ്റ്റുഡൻസ്, അതായത് കാസർഗോഡുള്ള സ്റ്റുഡൻസ് എല്ലാം ഹാർവെസ്റ്റിൻ്റെ കാസർഗോഡ് ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെടണം. ഞങ്ങൾ എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമല്ല, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളവിടെ പോകുന്നതിൻ്റെ നിങ്ങളുടെ അക്കോമഡേഷൻ, നിങ്ങളുടെ പാർട്ട് ടൈം ജോബ്, നിങ്ങൾ പഠിച്ചിറങ്ങി നിങ്ങളുടെ ഒരു PR വർക്ക് വരെ, നിങ്ങളവിടെ ഒരു റെസിഡൻസ് പെർമിറ്റ് കിട്ടുന്നവരെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഹാർവെസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങളുടെ കൂടെ എപ്പോഴുമുണ്ട്, എന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചിരി ഔഷധമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ദിവസം മുഴുവൻ ചിരി ജീവിതചര്യയുടെ ഭാഗമായാൽ നേട്ടങ്ങളുടെ പരമ്പര നമ്മെ തേടിയെത്തുമെന്ന് ചിരി യോഗ അംബാസിഡറും ലോക റെക്കോർഡിന് ഉടമയുമായ എറണാകുളം എളമക്കര സ്വദേശി SV സുനിൽകുമാർ. വെറും ചിരിയല്ല, ആരോഗ്യപരമായ ചിരിയാണ് പ്രധാനമെന്ന് അദ്ദേഹം പറയുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കണമെങ്കിൽ 365 ദിവസവും ചിരിക്കണമെന്നാണ് സുനിൽ കുമാറിൻ്റെ പോളിസി. വിവിധ ജില്ലകളിലായി ചിരി ക്ലബ്ബുകളിലും സന്നദ്ധ സംഘടനകളിലും ചിരി യോഗയുടെ ഭാഗമായി ചിരിച്ചും ചിരിപ്പിച്ചും മുന്നേറുന്ന സുനിൽ കുമാർ കാസർഗോഡ് ജില്ലയിലെ ആദ്യ ചിരി യോഗക്കായാണ് പിലിക്കോടെത്തിയത്. എരവിൽ മഹാത്മജി സാന്ത്വന ട്രസ്റ്റ് സംഘടിപ്പിച്ച ചിരി യോഗയിൽ ജീവിതത്തിലെ എന്തും ചിരിയാക്കി മാറ്റാവുന്ന വിദ്യകൾ പങ്കെടുത്തവർക്ക് സുനിൽ കുമാർ പകർന്നു നൽകി. 400-ൽ പരം പഠനങ്ങൾ ചിരിയെക്കുറിച്ച് ഇതിനകം നടന്നു കഴിഞ്ഞു. 15 കോടിയിൽ പരം പേർ ചിരി യോഗയിൽ വിവിധ രാഷ്ട്രങ്ങളിൽ നിലവിൽ പങ്കാളികളാണ്. എരവലിൽ യോഗയിലെ ഇനങ്ങൾ ചിരിയുമായി ബന്ധപ്പെടുത്തിയാണ് സുനിൽ കുമാർ അവതരിപ്പിച്ചത്. 2 മണിക്കൂർ നീണ്ട ചിരി യോഗയിൽ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ 80 കഴിഞ്ഞ വയോധികർ വരെയുള്ള എരവിൽ ഗ്രാമവാസികൾ ഒന്നടങ്കം ചേർന്നു. മുതിർന്ന കായികാധ്യാപകൻ ഒ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ചിരി യോഗ ഉദ്ഘാടനം ചെയ്തു. മഹാത്മജി ട്രസ്റ്റ് ചെയർമാൻ കെ ധനരാജ് അധ്യക്ഷത വഹിച്ചു. MP രാമകൃഷ്ണൻ നമ്പ്യാർ, സമീർ കാരയിൽ, PV രാജൻ എന്നിവർ സംസാരിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, പത്തൂർ. അണങ്കൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. കാസർഗോഡ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയോടെയായിരുന്നു വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന ചടങ്ങിൽ കാസർഗോഡ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നതമായ പ്രയോജനമുള്ള ആ പരിപാടി വളരെ ഭംഗിയാണ്. അന്ന് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇവിടെ നിൽക്കുന്ന സ്റ്റേജിലൂടെ തറ പോലും നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചത് ആ ഘട്ടത്തിലാണ്. എന്നാൽ കേവലം 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും
അതിനേക്കാളും മനോഹരമായ ഒരു സുവർണ ഡയമണ്ട് ജൂബിലി നമുക്ക് ഒരുക്കേണ്ട ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. PTA പ്രസിഡന്റ് മിഥുൻ കുമാർ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് AEO അഗസ്റ്റിൻ ബർണാഡ് മുഖ്യാതിഥിയായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് ഷാഫിയെ, മാതൃസംഘം അധ്യക്ഷ ജയലക്ഷ്മി കെ, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ വഹാബ് കെ, CRC കോർഡിനേറ്റർ ഹക്കീം കടവത്ത്, KA കുഞ്ഞാമു എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശാന്തി കെ സ്വാഗതവും സീനിയർ അധ്യാപിക ഷെർലി സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. അധ്യാപകരായ റംഷാദ് T, ദിവ്യ M എന്നിവർ അവതാരകരായിരുന്നു. PTA, MPTA അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പരിപാടി വീക്ഷിക്കുവാനായി എത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക വനിതാ ദിനത്തിൽ വനിതോത്സവം സംഘടിപ്പിച്ച് വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി ആൻഡ് സർഗവേദി വനിതാ പ്രവർത്തകർ. എഴുത്തുകാരി ബിന്ദു മരങ്ങാട് ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി ആൻഡ് സർഗവേദി വനിതാവേദിയുടെ നേതൃത്വത്തിൽ വനിതോത്സവം സംഘടിപ്പിച്ചു. എഴുത്തുകാരി ബിന്ദു മരങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ഈ ആധുനിക കാലത്ത് സ്ത്രീകൾ പിന്നിൽ നടക്കേണ്ടവരല്ലെന്നും എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കാനുള്ള ആർജവം സ്ത്രീകൾക്കുണ്ടാവണമെന്നും അവർ അഭിപ്രായപ്പെട്ടു. 2 വർഷത്തിനിപ്പുറം ഇതുപോലെ വർക്കിംഗ് കുറച്ച് അക്ഷരങ്ങൾ കിട്ടിയ പൈസയിൽ രൂപ നമ്മുടെ ഉദ്ദേശിക്കുന്ന വീട് കഴിക്കാൻ സഹായിക്കാനും അതുപോലെ കൊടുക്കാൻ സാധിച്ചു. സത്യം പറഞ്ഞാൽ ആ പൈസ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിന്റെ പുറത്ത് മാത്രം എന്റെ കഥകൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന കാര്യമാണ്. സാഹിത്യത്തെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടുകൂടിയാണ്. കാരണം അത് ജനങ്ങൾ എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒരു ആമുഖമായിട്ട് എൻ്റെ ഈ സാഹിത്യ ജീവിതം പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ വനിതോത്സവം ആദ്യത്തെ വനിതോത്സവമാണ്. വനിതോത്സവത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ വനിതാ ദിനം നമ്മൾ ഈ ഒരു ദിവസത്തിലേക്ക് ഒതുക്കേണ്ടതല്ല എന്ന് നമുക്ക് എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. സ്ത്രീകളിൽ തുടങ്ങി സ്ത്രീകളിൽ തന്നെ അവസാനിപ്പിക്കാതെ നമ്മുടെ ഓരോ ദിവസവും ഒരു വീട്ടിൽ ആദ്യം വരുന്നതും അവസാനം ഓർക്കുന്നതും സ്ത്രീയാണ്. മിക്കവാറും മധ്യവർഗ വീടുകളിലും തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു വനിതാ ദിനത്തിൽ മാത്രമായിട്ട് നമ്മുടെ ആഘോഷങ്ങൾ ഒതുക്കാതെ നമ്മുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ട്, നമ്മുടെ സർഗാത്മകത എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് നമുക്കായി ചില നിമിഷങ്ങളെങ്കിലും ഒരു ദിവസത്തിൽ മാറ്റിവെക്കാൻ ഓരോരുത്തരും തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. വനിതാവേദി പ്രസിഡന്റ് PP ആതിര അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സാവിത്രി വെള്ളിക്കോത്ത്, കാശിഷ് മുകേഷ്, നിവേദ് കൃഷ്ണ എന്നിവരെ എഴുത്തുകാരി ബിന്ദു മരങ്ങാട് ആദരിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി P മുരളി മാസ്റ്റർ, സർഗവേദി പ്രസിഡന്റ് S ഗോവിന്ദരാജ്, ബാലവേദി പ്രസിഡന്റ് KV അർജുൻ എന്നിവർ സംസാരിച്ചു. സാവിത്രി വെള്ളിക്കോത്ത്, കാശിഷ് മുകേഷ്, നിവേദ് കൃഷ്ണ എന്നിവർ മറുമൊഴി പ്രസംഗം നടത്തി. വനിതാവേദി സെക്രട്ടറി മമത ശരത് സ്വാഗതവും വനിതാവേദി വൈസ് പ്രസിഡന്റ് T ആതിര നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മാവുങ്കാൽ പുതിയ കണ്ടം യങ് വിങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം നടത്തി. പെൺമ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാവുങ്കാൽ പുതിയ കണ്ടം സ്കൂളിൽ യങ് വിങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ പെൺമ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ആദരിക്കൽ ചടങ്ങും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്തി. 32 വർഷം പുതിയ കണ്ടം സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച് പ്രധാനാധ്യാപികയായി വിരമിച്ച കാർത്തിയായൻ ടീച്ചറെയും പ്രദേശത്തെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകരെയും ആദരിച്ചു. ഡോക്ടർ M ജയന്തി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ധനില ഷാജി, ഷിബിന രാജീവൻ, ദേവപ്രിയ, ഗീത ബാബുരാജ്, സരോജിനി, പ്രീതി, വിമല, രമിഷ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഹമ്മദ് മിഷ്ഹാബിന് പിന്നാലെ മഹ്റൂഫും മരണത്തിന് കീഴടങ്ങി. കാസർഗോഡ് ബന്ദിയോട് മുട്ടത്ത് ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 2. ചിരി ജീവിതചര്യ. മാതൃകയായി ചിരിയോഗ അംബാസിഡറും ലോക റെക്കോർഡിന് ഉടമയുമായ എറണാകുളം എളമക്കര സ്വദേശി SV സുനിൽകുമാർ. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇടപെട്ടില്ലെന്ന് ആരോപണം. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കാസർഗോഡ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു. ചടങ്ങിൽ ബിസിനസ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ചെമ്മനാട് വെസ്റ്റ് ഗവൺമെന്റ് UP സ്കൂളിൽ ഡിയർ പാരന്റ് മനഃശാസ്ത്ര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.